പാലക്കാട് ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 5 ഉയർന്നു. 2 മാസത്തിനുള്ളിൽ ഡെങ്കിപ്പനി ബാധിച്ച് വിവിധ ആശുപത്രിയിൽ ചികിത്സ തേടിയത് 600-ലേറെ പേരാണ്. മഴക്കാല ശുചീകരണങ്ങൾ പാളിയതാണ് പകർച്ചവ്യാധികൾ അതിവേഗം പടരാൻ കാരണമെന്ന വിമർശനം. മണ്ണാർക്കാട് കരിമ്പുഴ പഞ്ചായത്തിൽ 35 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചതോടെ പ്രദേശം പ്രത്യേക നിരീക്ഷണത്തിലാക്കി ജില്ലാ ഭരണകൂടം. താഴേക്കാട് PTM HSS സ്കൂൾ അധ്യാപകനായ 41 വയസ്സുള്ള ജിജോ മോഹൻ ഡെങ്കുപ്പനി ബാധിച്ച് മരിച്ചതോടെ പാലക്കാട് ഡെങ്കു മരണം 5. ഞായറാഴ്ച മുതൽ ദിനംപ്രതി ഒരാൾ വീതം കൊതുകുജന്യ രോഗമായ ഡെങ്കുപ്പനി മൂലം പാലക്കാട് ജില്ലയിൽ മരിക്കുന്നു. മണ്ണാർക്കാട് കരിമ്പുഴ പഞ്ചായത്തിലാണ് ഏറ്റവുമധികം രോഗികൾ. പ്രദേശത്തെ 2 കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ പരിധിയിലായി 35 പേർക്ക് ഡെങ്കുപ്പനി സ്ഥിരീകരിച്ച് ചികിത്സ നൽകി വരുന്നു. ജൂൺ മാസത്തിൽ ജില്ലയിൽ 543 പേർക്കും ഈ മാസം 17-ാം തീയതി വരെ 172 പേരും പകർച്ചവ്യാധിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. മഴക്കാല പൂർവ്വ ശുചീകരണം പാളിയതാണ് രോഗങ്ങൾ അതിവേഗം പടരാൻ കാരണമെന്ന് ആരോഗ്യ പ്രവർത്തകർ വിമർശിക്കുന്നു. ജില്ലാ ഭരണകൂടത്തിന് കീഴിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കാറുള്ളത്. ഇത്തവണ ആ സമയത്താണ് ജില്ലാ കളക്ടറെ മാറ്റിയത്. ഇക്കാരണത്താൽ പുതിയ കളക്ടർ എത്തിയ ശേഷം യോഗം ചേർന്നപ്പോഴേക്കും രോഗങ്ങൾ പടർന്നു തുടങ്ങി. ഇടവിട്ടുള്ള മഴ ഓടകളിലും കാനകളിലും കെട്ടിനിന്നതോടെ കൊതുകുകൾ പെരുകി. വൈകിയ വേളയിൽ സ്വയം ജാഗ്രത പാലിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ അഭ്യർത്ഥന. കൈരളി ന്യൂസ്, പാലക്കാട്.